അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടുത്തെ അധ്യാപകനെതിരെ, തങ്ങൾക്കെതിരെ മോശമായി സംസാരിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ കോളേജിൽ നടത്തിയത്. എന്നാൽ അവിടെ നടന്ന ആ ഒരു പ്രതിഷേധത്തെ മറ്റൊരു തരത്തിലേക്ക് വർഗീയപരമായി കൊണ്ട് ചില വർഗീയവാദികൾ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, എന്തിനായിരുന്നു ആ ഒരു പ്രതിഷേധം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. NSS ക്യാമ്പിന്റെ ഇടയിൽ സാർ 2 പ്രസ്താവനകളാണ് ഇറക്കിയത്. പീരിയഡ്സ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പാവാട വന്ന് പൊന്തിച്ചു നോക്കാൻ പറ്റില്ല എന്നും, അതുപോലെ നിങ്ങൾ സെൽഫ് എസ്റ്റീമും കോൺഫിഡന്റും അല്ലെങ്കിൽ നിങ്ങൾ പോയി ചത്തോളൂ എന്നും. ചത്തോളൂ എന്നുള്ള ടേം ഒക്കെ ഒരു പബ്ലിക്കിന് മുമ്പിൽ ആരെങ്കിലും യൂസ് ചെയ്യോ? അതൊരു അധ്യാപകൻ. ഇത് ഞങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ചോദിച്ചു, താങ്കൾക്ക് തെറ്റായി തോന്നിയില്ലേ എന്നുള്ളത്. ആള് പറയണേ ഇല്ല, എനിക്ക് തോന്നിയില്ല, മാപ്പ് പറയും ചെയ്യില്ല. പരാതി നൽകിയിട്ട് എന്താണ് നിലപാട് മാനേജ്മെന്റ്? 3 ദിവസം ഞങ്ങളായിട്ട് ഇങ്ങനെ വട്ടം കറപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞു 30 ദിവസം, പിന്നെ 7 ദിവസം എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ പ്രതിഷേധം നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഇന്ന് അതിന് ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യാമെന്നുള്ളത്. 5 മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞു. ഞങ്ങൾ 3:30 മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ 8 മണി കഴിഞ്ഞു, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. മാപ്പ് പറയാനാ പറഞ്ഞത്, സസ്പെൻഷൻ ഇല്ല എന്ന്. എന്താണ് സസ്പെൻഷൻ ഇല്ലാത്തത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ആളത് തെറ്റ് അത് ചെയ്തു എന്നുള്ളത് ആൾ പറഞ്ഞു. ആൾക്കാരെ അത് തെറ്റാണ് പറഞ്ഞത്, പക്ഷെ പബ്ലിക്ലി പറയുന്നില്ല. നമ്മളടുത്ത് മാപ്പ് പറയുന്നില്ല. ഇപ്പോഴാണ് പറയുന്നത് മാപ്പ് പറയാം. അപ്പൊ എല്ലാവർക്കും അറിയാതെ തെറ്റാണ് നടന്നതെന്നുള്ളത്. അപ്പൊ സസ്പെൻഡ് ചെയ്യണ്ടേ? അതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഇവിടുന്ന് ഉത്തരം കിട്ടുന്നില്ല. അവരാരും പുറത്തിറങ്ങുന്നില്ല. എന്താ അത്? നോക്ക്, അവിടുത്തെ വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പട്ടം സെന്റ് മേരീസ് കോളേജിൽ വെച്ചുകൊണ്ട് അവിടെ ഒരു NSSന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ഒരു അധ്യാപകനെതിരെ 14ഓളം വരുന്ന വിദ്യാർത്ഥികൾ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുന്ന വിദ്യാർത്ഥികളിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല, അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികൾ, അങ്ങനെ എല്ലാ മതവിഭാഗത്തിലുമുള്ള വിദ്യാർത്ഥികളുമുണ്ട്. തങ്ങൾക്ക് പീരീഡ്സ് ആണ്, അതിന്റെ ബുദ്ധിമുട്ടാണ് എന്ന് ആ അധ്യാപകനോട് പറയുന്ന സമയത്ത് ആ ഞരമ്പ് രോഗിയായിട്ടുള്ള ആ അധ്യാപകൻ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് പീരീഡ്സ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ വസ്ത്രമൊന്നും എനിക്ക് പൊക്കി നോക്കാൻ പറ്റില്ലല്ലോ എന്നാണ്. നോക്കി, എന്ത് മോശമായിട്ടുള്ള, എന്ത് മ്ലേച്ഛമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഞാൻ ആലോചിക്കുന്നത് അവൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവൻ്റെ പെങ്ങൾക്കോ അവൻ്റെ മകൾക്കോ ആണ് ഇതുപോലെ ഒരു പീരീഡ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്കിൽ അവരോടും അവൻ ഇതേ മറുപടി തന്നെയായിരിക്കുമോ പറയുന്നത്? പീരീഡ്സിൻ്റെ സമയത്ത് പെൺകുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അവർ പലപ്പോഴും ആ സമയങ്ങളിൽ വേദനയായിക്കൊള്ളട്ടെ മറ്റു പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ്. ആ വേദനയും ബുദ്ധിമുട്ടും അത് ആ പെൺകുട്ടികൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ പ്രയാസം ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെയാണ് ആ വിദ്യാർത്ഥികളോട് ഈ ഞരമ്പ് രോഗിയായിട്ടുള്ള അധ്യാപകൻ ഇത്തരത്തിൽ മോശമായി സംസാരിച്ചത്. ഇതിനെതിരെ മാനേജ്മെന്റിൽ ആ വിദ്യാർത്ഥികൾ പരാതി കൊടുക്കുന്നു. എന്നാൽ പരാതി കൊടുത്തിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ആ ഞരമ്പ് രോഗിയായിട്ടുള്ള അധ്യാപകനെതിരെ ഒരു നടപടിയെടുക്കാൻ ആ കോളേജ് മാനേജ്മെന്റ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സഹികെട്ടുകൊണ്ട് ആ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നോക്കൂ, ഈ അധ്യാപകനെന്ന് പറയുന്നവൻ ഇത് ഇവന്റെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥികളോട് വളരെയധികം മോശമായി പല രീതിയിൽ സംസാരിച്ചതായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു കുട്ടിക്കുണ്ടായ അനുഭവം ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെതിരെ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമില്ല. ഇതിനു മുമ്പും കഴിഞ്ഞ വർഷം അങ്ങനെ ഇതിനും കാട്ടി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റുക്സാന പറ, നിങ്ങൾക്ക് പറ, നിങ്ങളുടെ തന്നെ പറഞ്ഞു പറ. എന്താണ്? അങ്ങനെയല്ല, മുസ്ലിംസ് ഉണ്ടായിരുന്ന NSS ക്യാമ്പില്. അപ്പോഴത്തേക്ക് നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞതെന്നാ നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, നിസ്കരിക്കാനാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നൂടെ. പക്ഷെ ക്ലാസിന്റെ ഇടയ്ക്കോ അങ്ങനെയൊന്നും അല്ല ചോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് 10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും, ക്യാമ്പിന് ചായ കുടിക്കാനും അവർക്ക് റിഫ്രഷ്മെന്റിനും കൊടുക്കും. ആ സമയത്ത് പോയി നിസ്കരിക്കാനാണ് ചോദിച്ചത്. അത് മാത്രമല്ല, ആ ഒരു ഇത് വെച്ചിട്ട് എക്സാം ഹാളിലും ആ വിദ്യാർത്ഥിനിയെടുത്ത് അങ്ങേര് മോശമായി തന്നെ പെരുമാറി. ആ ഒരു ഇത് വെച്ചിട്ടാണെന്നും എല്ലാവർക്കും അവിടെ നിന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ക്യാമ്പിന്റെ സമയത്തുമല്ല, ക്ലാസ് സമയത്തുമല്ല, ആ ക്യാമ്പിൻ്റെ ഇടവേളയിൽ അവിടെ കിട്ടുന്ന ഒരു ബ്രേക്ക് ടൈമുണ്ട്. ആ ബ്രേക്ക് ടൈമിലാണ് ഞാൻ നിസ്കരിക്കട്ടെ എന്നൊരു കുട്ടി ചോദിച്ച സമയത്ത് അതിന് പറ്റില്ല എന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് പരീക്ഷാ ഹാളിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് ആ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നും ഈ പെൺകുട്ടിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, ഈ ഒരു വിഷയത്തെ, ഈ ഒരു ഭാഗത്തെ ഇതിനെ എടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കെതിരെ എന്തു കിട്ടിയാലും
കടിച്ചു കയറാൻ നിൽക്കുന്ന സകല വർഗീയവാദികളും ഇത് വെച്ചുകൊണ്ട് ഇതിനെ വലിയ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. നോക്കിയത് പ്രതിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്ഥലം വേണമെന്നോ അല്ലെങ്കിൽ ഒരു മുറി ഒരുക്കണമോ എന്നുള്ളതല്ല. നേരെ മറിച്ച് പീരീഡ്സ് ആയ വിദ്യാർത്ഥികളോട് നിങ്ങൾ പീരീഡ്സ് ആണോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ അടിവസ്ത്രം ഞാൻ പൊക്കി നോക്കണമോ, അല്ലെങ്കിൽ പോയി ചത്തുകൂടെ എന്നിങ്ങനെയുള്ള മോശമായി സംസാരിച്ച അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. എന്നാൽ അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഇതിനെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള വർഗീയതയ്ക്കും വിദ്വേഷത്തിനും ഇത്തരം വർഗീയവാദികൾ ശ്രമിക്കുകയാണ്. നോക്കൂ, ഇവിടെ ആ ഒരു ഞരമ്പൻ അധ്യാപകൻ നടത്തിയിട്ടുള്ള മോശമായ ആ ഒരു പ്രവർത്തനത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇതുമാത്രം ഈ വർഗീയവാദികൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ആ ഒരു അധ്യാപകൻ മോശമായി പെരുമാറിയത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോട് മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടുമാണ്. നോക്കൂ, നിങ്ങളുടെ മക്കളോടാണ് ഇതുപോലെ ആരെങ്കിലും മോശമായി പറയുന്നത് എങ്കിൽ, ഇത്തരത്തിലുള്ള മോശമായ രീതിയിലുള്ള സമീപനം ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അവിടെയും നിങ്ങൾ മതവും ജാതിയും ഒക്കെ നോക്കി നിങ്ങളിങ്ങനെ പരസ്പരം തമ്മിലടിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ ആ പറഞ്ഞ ആ തെറ്റായ പ്രവർത്തനം ചെയ്ത അധ്യാപകനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ പറയപ്പെടുന്ന അധ്യാപകൻ ഇത്തരത്തിൽ മോശമായ വിദ്യാർത്ഥികളോട് സംസാരിച്ച ആ ഒരു അധ്യാപകൻ എന്ന് പറയുന്നവൻ ഏതോ തമിഴ്നാട്ടിലുള്ളവനാണെന്നോ തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു വ്യക്തിയാണെന്നോ എന്നൊക്കെയാണ് മാനേജ്മെൻറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ആ ഒരു ഭാഷാ ശൈലിയിൽ എന്തോ ഉണ്ടായ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നുള്ള ഒരു ലോജിക്ക് പോലും ഇല്ലാത്ത ഒരു ന്യായീകരണമാണ് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭാഷാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇതിനു മുമ്പ് ഈ ഭാഷാ പ്രശ്നം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനത് ഈ തമിഴ് കലർന്ന മലയാളം പറയുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ക്യാമ്പ് നടത്തുന്നതിന് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ആ ലക്ഷ്യങ്ങളിൽ എല്ലാവരും ഒരേപോലെ സഹകരിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പൊ അത് സഹകരിക്കാതിരുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. അവിടുത്തെ പ്രിൻസിപ്പലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആ ഒരു അധ്യാപകനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രവണതയാണ് കാണാൻ സാധിച്ചത്. നോക്കുക, വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ വളരെയധികം മോശമായി സംസാരിച്ചവനെ യഥാർത്ഥത്തിൽ സസ്പെൻഡ് മാത്രമല്ല ചെയ്യേണ്ടത്, അവൻ്റെ ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അവനെ നാണം കെടുത്തുകയും ചെയ്യണം. എന്നാലേ അവന്മാരൊക്കെ പഠിക്കുകയുള്ളൂ. അവനിനി ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ഇത്തരത്തിൽ വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ മോശമായി സംസാരിക്കാൻ ഇടവരരുത്. നോക്കുക, ക്യാമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ നിസ്കരിക്കാനുള്ള സമയം, അതിനുള്ള അനുവാദം ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞ മറുപടി, ഇത് നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്നുകൂടെ എന്ന് വളരെയധികം ഹാർഷായിട്ട് പെരുമാറുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത്. നോക്കൂ, പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതിന് മോശമായി സംസാരിക്കാനുള്ള ഒരു ലൈസൻസും ഇവിടെ ആർക്കും നൽകിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കും ഒരു ശല്യവുമില്ലാതെ, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിദ്യാർത്ഥി ഒരു 5 മിനിറ്റ് നിസ്കരിച്ചു എന്ന് കരുതി മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് സംഭവിക്കാൻ പോകുന്നത്? നോക്കി, എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ നമ്മൾ ബഹുമാനത്തോടുകൂടി മുന്നോട്ട് കണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ മനോഹരമായ ഒരു സാഹോദര്യം ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ സ്കൂളിലേക്കുള്ളട്ടെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ കുരിശുകൾ കാണാൻ സാധിക്കും. അവർ ആരാധിക്കുന്ന യേശുവിൻ്റെ ചെറിയ ചിത്രങ്ങളും കുറച്ചു ചെറിയ ബിംബങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഒരുപാട് ഹിന്ദുക്കളായ, മുസ്ലിമുകളായ, മറ്റുള്ള ഇതര മതസ്ഥരായ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരാരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? അവരാരെങ്കിലും അതിനെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതോടൊപ്പം അധ്യാപകരാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ അവർ അവരുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല വസ്തുക്കളും ധരിച്ചു വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കന്യാസ്ത്രീ ധരിച്ചു വരുന്ന അവരുടെ ശിരോവസ്ത്രം എന്ന് പറയുന്നത് അതവരുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വസ്ത്രമാണ്. ഒരു മുസ്ലിം വിദ്യാർത്ഥി ഒരു തൊപ്പി ധരിച്ചു വന്നെത്തിക്കഴിഞ്ഞാൽ അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം ഏതെങ്കിലും ഒരു അധ്യാപികയോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥികളോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഏലസോ അല്ലെങ്കിൽ കയ്യിൽ ചരടുകളോ മറ്റും എന്തെങ്കിലും കെട്ടി വന്നു കഴിഞ്ഞാൽ അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനെല്ലാം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം കൊടുത്തു എന്ന് കരുതി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്?